ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആക്കി എടുക്കാം എന്നതാണ്. ഇൻസ്റ്റന്റ് റിസൾട്ട് തരുന്ന ഒരു കൂട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്കിത് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിനായി വേണ്ടത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ചോറ് വെച്ചതിൻ്റെ കഞ്ഞിവെള്ളം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് പിറ്റേ ദിവസം രാവിലത്തേക്ക് നമുക്ക് ഏകദേശം റെഡി ആയി കിട്ടും. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളമാണ് നമുക്ക് ഫേസിലാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. ഫേസിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവാനും ഫേസിൽ മാത്രമല്ല ഇട്ടത് നെക്കിലും നമ്മുടെ കൈകളിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിലേക്ക് വേണ്ട മിശ്രിതം എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കടലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനെന്നാ ഒരു സ്പൂണ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായി നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് കൈ വെച്ച് മിക്സ് ആക്കുക. ഇനി അടുത്തതായി വേണ്ടത് നമുക്ക് കസ്തൂരി മഞ്ഞൾ പൊടിയാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും വാങ്ങി പൊടിച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ പൊടിയോ വാങ്ങുകയാണെങ്കിൽ അതിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടത് പച്ചമഞ്ഞൾ പൊടിച്ചതാണ്. അപ്പോൾ കസ്തൂരി മഞ്ഞളാണ് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലൂസാണ് നമ്മളുടെ ഈ ഒരു മിശ്രിതം എന്ന് പറയുന്നത്. ഇത് നമുക്ക് കുറച്ചും കൂടി കട്ടിയാക്കാം കേട്ടോ. ഫേസിലൊക്കെ തേക്കാണെങ്കിൽ കുറച്ചും കൂടി കട്ടിയാക്കുക. കൈകളിലൊക്കെ ആണെങ്കിൽ ഏകദേശം ഇതൊക്കെ മതി. ഫേസിലൊക്കെ തേക്കാണെങ്കിൽ നല്ലോണം കുറച്ചും കൂടി ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് തേച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായത് ജസ്റ്റ് ഇതിലേക്കൊന്ന് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുട്ടികളിലൊക്കെ നമുക്കത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൈകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൈകളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു ഗ്ലോ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെയാണ് ഫേസിൽ നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഒരു കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം പതിയെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് മസാജ് ചെയ്യണ്ട, പകുതി ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നീങ്ങിക്കോളൂ കേട്ടോ. അപ്പം അതുപോലെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെറും പച്ച വെള്ളത്തിലൊന്ന് കേകി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് സ്കിന്ന് ഗ്ലോ ആവാൻ നല്ലൊരു ടിപ്പാണിത്. തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഗ്ലോ തന്നെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഫേസിലൊക്കെ നല്ല മാറ്റം സംഭവിക്കും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും ടിപ്പുകളായി നമുക്ക് കാണാം.